ഇത് നമ്മൾ നോക്കുന്നത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്. ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി എവല്യൂഷനാണ് ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ജനറേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതുവരെ 5 ജനറേഷൻസ് ആണുള്ളത് കമ്പ്യൂട്ടറിനെ. നമ്മൾ ഓരോ ജനറേഷനെയും ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇപ്പോൾ കറൻ്റ്ലി നമ്മളുള്ളത് 5th ജനറേഷനിലാണ്. ഈ ഓരോ ജനറേഷനിലും അതിൻ്റെ ഹാർഡ്വെയറിൽ, അതേപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ മെത്തേഡ്സിലും അതിൻ്റെ പ്രോഗ്രാമിംഗ് മെത്തേഡ്സിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി ഇവോൾവ് ചെയ്ത് വരുന്നതിനനുസരിച്ച്, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ കമ്പ്യൂട്ടർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയറിലും അത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലും ഡിഫറൻസുകൾ വരുന്നുണ്ട്. അതാണ് ആക്ച്വലി ഈ ജനറേഷൻ്റെ അകത്ത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1940 മുതൽ 1950 വരെയാണ്. ഇത് വാക്വം ട്യൂബ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് യൂസ് ചെയ്തിട്ടായിരുന്നു ഈ കാറ്റഗറിയിലുള്ള ഈ ഫസ്റ്റ് ജനറേഷനിലുള്ള കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്. അതിനുശേഷം 1950 ട്രാൻസിസ്റ്റർ ഇൻവെൻറ്റ് ചെയ്തു. അപ്പോൾ ട്രാൻസിസ്റ്റർ ഈ വാക്വം ട്യൂബ്സിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ 50 മുതൽ 1960 വരെയുള്ള കാലയളവാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും സൈസ്, അതേപോലെ തന്നെ എഫിഷ്യൻസി കാര്യങ്ങളെല്ലാം കൂടുതലായിരുന്നു ട്രാൻസിസ്റ്റർ ബേസ് ചെയ്ത് വന്നപ്പോൾ. പിന്നെ ട്രാൻസിസ്റ്ററിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും സയൻറ്റിസ്റ്റുകൾ അതിൽ വർക്ക് ചെയ്തിട്ടാണ് IC എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അത് 1960 മുതൽ 1990 വരെയുള്ള കാലയളവാണ്. നമ്മളതിനെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നു. ഈ IC തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അഡ്വാൻസ് ചെയ്തിട്ടാണ് മൈക്രോ പ്രോസറിലേക്ക് എത്തിയത്. മൈക്രോ പ്രോസറാണ് 1970 മുതൽ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പല സിസ്റ്റത്തിൻ്റെ അകത്തുള്ളത്. ഇത് 4th ജനറേഷനാണ്. 4th ജനറേഷൻ സിസ്റ്റംസാണ് ഈ മൈക്രോ പ്രോസർ ബേസ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമ്മളതിൻ്റെ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എൻ്റർലി മാറി. അതേപോലെ തന്നെ ഹാർഡ്വെയർ ഓരോ ടെക്നോളജിക്ക് അനുസരിച്ചും ഓരോ വർഷങ്ങളിലും വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് മാറ്റി കൊണ്ടുവന്നാണ് ഇപ്പോൾ കാണുന്ന സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷന് കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ പാരലൽ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. വളരെ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് എല്ലാം ചെയ്തിട്ട് നമ്മളൊരു ഫൈനൽ ഡിസിഷനിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ ഉള്ളത് 5th ജനറേഷനിലാണ്. 5th ജനറേഷനിൽ ഇനി കുറച്ച് നാൾ വരെ ഈ ഒരു എറയിലായിരിക്കും നമ്മളുണ്ടാകുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ജനറേഷനുകൾ തമ്മിലുള്ള കമ്പാരിസൺ ജസ്റ്റ് ഒരു ടേബിളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക. അപ്പോൾ എക്സാമിന് ഏതെങ്കിലും ജനറേഷൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആ ടേബിളിലുള്ള കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിൾ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണൻ്റ് ഏതാണെന്നുള്ളതാണ് ഫസ്റ്റ് റോ കാണിക്കുന്നത്. സെക്കൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. തേർഡ് മെമ്മറിക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് കാണിക്കുന്നതാണ്. അടുത്തത് ഇൻപുട്ട്, ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതാണെന്നുള്ളത്, പവർ സൈസ്, പിന്നെ കുറച്ച് എക്സാമ്പിൾസ്. നമുക്ക് ആദ്യം ഫസ്റ്റ് ജനറേഷൻ നോക്കാം. ഫസ്റ്റ് ജനറേഷൻ നോക്കുകയാണെങ്കിൽ വാക്വം ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മിഷൻ ലാംഗ്വേജ് ആണ്. പിന്നെ മാഗ്നറ്റിക് ടേപ്സ്, മാഗ്നറ്റിക് ഡ്രംസ് ഒക്കെ ആയിരുന്നു നമ്മൾ മെമ്മറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ പഞ്ച്ഡ് കാർഡ്സും പേപ്പർ ടേപ്പും ആയിരുന്നു മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് വളരെ സ്ലോ ആണ്. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. ഇതാണ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ജനറേഷനിലേക്ക് വരികയാണെങ്കിൽ ട്രാൻസിസ്റ്റർ ഇൻവെൻറ്റ് ചെയ്തു. സോ ട്രാൻസിസ്റ്റർ വാക്വം ട്യൂബിനെ റീപ്ലേസ് ചെയ്തു. മിഷൻ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തിരുന്നു. പിന്നെ അസംബ്ലി ലാംഗ്വേജിലേക്ക് നമ്മൾ എത്തി. ഇതിൻ്റെ അകത്ത് മാഗ്നറ്റിക് കോറും ഡിസ്കും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ മാഗ്നറ്റിക് ടേപ്പും പഞ്ച്ഡ് കാർഡ്സും ആണ് യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട്. പിന്നെ ഇത് കുറച്ചും കൂടെ ആസ് കമ്പയർഡ് ടു ദിസ് സ്മോളർ സൈസ് ആയിരുന്നു. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവർ കുറവായിരുന്നു. ഓക്കെ, പിന്നെ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ IC ബേസ് ചെയ്തിട്ടാണ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് നമ്മൾ പ്രോഗ്രാമിംഗ് മെത്തേഡ്സ് നമ്മൾ മാറ്റി.
പിന്നെ ലാർജ് മാഗ്നറ്റിക് കോർ, മാഗ്നറ്റിക് ടൈപ്പ് ഡിസ്കുകളൊക്കെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. മാഗ്നറ്റിക് ടേപ്പ്, പിന്നെ മോണിറ്റർ, കീബോർഡ്, പ്രിൻ്റർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം തേർഡ് ജനറേഷനിലാണ് വന്നത്. ഓക്കെ, പിന്നെ ഇത് സൈസ് സ്മോൾ ആയിരുന്നു. ഈ സ്മോൾ സൈസ് എന്ന് പറയുന്നത് ആസ് കമ്പയർഡ് ടു പ്രീവിയസ് ജനറേഷനാണ്. ഇത് സ്മോൾ സൈസ് ആയിരുന്നു. അതേപോലെ തന്നെ പവർ കൺസപ്ഷൻ ആസ് കമ്പയർഡ് ടു പ്രീവിയസ് സെക്കൻഡ് ജനറേഷൻ ഇതിൻ്റെ പവർ കൺസപ്ഷൻ കുറവായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ഇനി ഫോർത്ത് ജനറേഷനിലേക്ക് വരികയാണെങ്കിൽ IC തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. IC കുറച്ചും കൂടെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് നമ്മൾ മാറി. മൈക്രോ പ്രോസസ്സർ എന്ന് പറയും. ഇത് നമ്മൾ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് IC ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ലാർജ് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഒരു സിംഗിൾ ചിപ്പിൻ്റെ അകത്തേക്ക് നമ്മൾ കയറ്റുകയാണ് ചെയ്യുന്നത്. VLSI എന്ന് പറയുന്ന ടെക്നോളജി ആയിരുന്നു യൂസ് ചെയ്തത്. ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് തന്നെയാണ്. പിന്നെ മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ആ മാഗ്നറ്റിക് മെമ്മറിയൊക്കെ പതിയെ മാറിയിട്ട് നമ്മൾ സെമി കണ്ടക്ടർ ബേസ് ചെയ്തിട്ടുള്ള മെമ്മറിയിലേക്ക് പതിയെ വന്നു. പിന്നെ ഒപ്റ്റിക്കൽ സ്കാനിങ്, പിന്നെ കീബോർഡ്, മോണിറ്റർ, മൗസ്, പ്രിൻ്റർ പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പോയിൻ്റ് ഡിവൈസുകളൊക്കെ നമ്മൾ ഫോർത്ത് ജനറേഷനിൽ വന്നതാണ്. പിന്നെ സ്മോളർ ഇൻ സൈസ് ആസ് കമ്പയർഡ് ടു പ്രീവിയസ്, അതേപോലെ തന്നെ പവർ കൺസപ്ഷൻ കുറവാണ്. ഇതാണ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. ഇനി ഫിഫ്ത്തിലേക്ക് വരികയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക്, പെർഫോമൻസ്, പ്രോഗ്രാംസ്, പാരലായിട്ടുള്ള പ്രോസസ്സിങ്, ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഹയർ എൻഡ് ആയിട്ടുള്ള പ്രോസസ്സിങ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സറായിരിക്കും ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുക. ULSI എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫാബ്രിക്കേഷനൊക്കെ വരുന്നത്. സോ VLSIനെക്കാട്ടിലും കുറച്ചും കൂടെ ലാർജ് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം ഈ ടൈപ്പിൽ വരുന്ന പ്രോസസ്സറിൻ്റെ അകത്തുണ്ടാവും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. സോ മനുഷ്യർക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാകത്തിനായിരിക്കും അത് സെറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെമ്മറീസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതിന് പുറമെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള സ്പെസിഫിക് മെമ്മറീസും ആഡ് ചെയ്യപ്പെടാം. പിന്നെ ഇതിൻ്റെ അകത്ത് ടച്ച് സ്ക്രീന്, പെന്ന്, സ്പീച്ച്, ടച്ച് സ്ക്രീനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ടച്ച് സ്ക്രീനൊക്കെ ഫോർത്തിൻ്റെ എൻഡിൽ തന്നെ വന്നിട്ടുണ്ട്. പ്രിൻ്റർ, കീബോർഡ്, മൗസ്, ഈ കാര്യങ്ങളെല്ലാം നോർമലി ഉള്ള പോലെ തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ സൈസാണ്, പവർ കൺസപ്ഷൻ കുറവാണ്. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ഏത് വേണമെങ്കിലും വരാം. ഡെസ്ക്ടോപ്പുകളും ലാപ്ടോപ്പുകളും എല്ലാം ഇനി AI ബേസ് ചെയ്തിട്ടുള്ള പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളത് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മേജറായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് കമ്പാരിസൺ എന്ന രീതിയിൽ മേജറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫിഫ്ത്ത് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടാണ് പല പ്രോസസ്സിങ് പെർഫോം ചെയ്യാൻ വേണ്ടി. ഫോർത്ത് മൈക്രോ പ്രോസസ്സറൈസ് ബേസ് ചെയ്തിട്ട്, ഇത് IC ബേസ്, ട്രാൻസിസ്റ്റർ ബേസ് ചെയ്ത്, വാക്യൂം ട്യൂബ് ബേസ് ചെയ്തിട്ട്. അങ്ങനെ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്.